ഇടമലക്കുടിയിലേക്ക് അരിയും പലചരക്ക് സാധനങ്ങളും എത്തിക്കുന്നത് തലച്ചുമടായാണ്. പെട്ടിമുടിയിൽ നിന്നും 18 കിലോമീറ്റർ അകലെയുള്ള സൊസൈറ്റി കുടിയിലേക്ക് കാട്ടുപാതകളിലൂടെ തലച്ചുമടായി വസ്തുവകൾ എത്തിക്കുന്ന ഈ ചുമട്ടുകാരുടെ ജീവിതം കഷ്ടപ്പാടുകളും അപകടങ്ങളും നിറഞ്ഞതാണ്. 50 കിലോഗ്രാം വരെ ഭാരം തലയിലേന്തി കാട്ടിലെ ഒറ്റയടി പാതകളിലൂടെ കയറ്റിറക്കങ്ങൾ താണ്ടി നടക്കുന്നതിനിടയിൽ കാട്ടുമൃഗങ്ങളുടെ മുന്നിൽപ്പെട്ട് പലർക്കും അപകടങ്ങൾ പിണയാറുണ്ട്. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടി വരെയുള്ള ചുമട്ടുകൂലി കിലോഗ്രാമിന് 9 രൂപ 50 പൈസയാണിപ്പോൾ. ഇടമലക്കുടിയിലേക്ക് ഏതാണ്ട് 10-50ഓളം ചുമട്ടുകാർ നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ചുമട്ടുകൾ എത്തിക്കുന്നതിന്. പക്ഷേ അവർക്ക് ഏതാണ്ട് 2010 തീരുമാനമെടുത്ത ഒരു റേറ്റാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരു ചുമട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു 40 കിലോയോ അല്ലെങ്കിൽ ഒരു 30 കിലോയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. 40 കിലോ എടുക്കുന്ന ഒരാൾക്ക് 380 രൂപയാണ് ഒരു ദിവസം വേതനമായി കിട്ടുന്നത്. ആദിവാസികളും പുറം നാട്ടുകാരുമായി 50ഓളം ചുമട്ടുകാർ ഇടമലക്കുടിയിലുണ്ട്. പെട്ടിമുടിയിലെ ഗിരിജൻ സർവീസ് സൊസൈറ്റിയിൽ നിന്നാണ് ഇടമലക്കുടിയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകുന്നത്. അപകട ഇൻഷുറൻസോ ആനുകൂല്യങ്ങളോ ഇല്ലാത്തവരാണ് ഈ ചുമട്ടുകാർ. ഞാനിവിടെ ചുമക്കാൻ തുടങ്ങിയിട്ട് ഒരു 17 വർഷമായി. അസുഖങ്ങളൊക്കെ ആയി നമുക്ക് സർക്കാരിൻ്റെ റേഷൻ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചുമക്കുന്നത്. സർക്കാരിൽ നിന്ന് മറ്റ് യാതൊരുവിധ ആനുകൂല്യങ്ങളോ നമ്മളിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അങ്ങനെയുള്ളൊരു സഹായമൊന്നുമില്ല. സ്ഥിരമായി ചുമട്ടുജോലിയിൽ ഏർപ്പെടുന്നവർ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രോഗികളായി മാറുന്നു. ജോലിക്കിടയിൽ കാൽവഴുതി വീണ് പരിക്കേറ്റ് കഴിയുന്ന നിരവധി പേരും ഇടമലക്കുടിയിലെ ചുമട്ടുകാർക്കിടയിലുണ്ട്. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയുടെ ആസ്ഥാനമായ സൊസൈറ്റി കുടിയിലേക്ക് ഗതാഗതയോഗ്യമായ ഒരു റോഡുണ്ടായാൽ ഈ ചുമട്ടുകാരുടെ ദുരിതങ്ങൾക്ക് അറുതിയാകും. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.